അറിയാം ആള് പലതിലും ആക്റ്റീവായിട്ട് മുമ്പിൽ നിൽക്കുന്ന ആളെ എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം കൂടി ഉള്ളത് 2003-2004 +2 ഞാൻ മർക്കസിലായിരുന്നു. അന്ന് ഞാൻ ക്ലാസിക് കളർ ലാബിലെ പുതിയ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള സ്റ്റുഡിയോയിലെ മാനേജറായിരുന്നു, ചൈനീസ് കൗണ്ടറിലെ. അന്ന് ഞാൻ അവിടുത്തെ മാനേജറായി നിൽക്കുമ്പോൾ രാത്രി 10 മണിക്കാണ് ബോച്ചയും കൂട്ടുകാരും അവിടെ വരിക. അവിടെ 10:30 മണിക്ക് ശേഷം വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് എനിക്ക് ജീവിതത്തിൽ 100 രൂപയുടെ ഒരു ടിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബോച്ചയുടെ കയ്യിലാണ്. ഓർമ്മയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ എനിക്കൊരു തോക്ക് എന്നെ പേടിപ്പിക്കും. കയ്യിലൊരു തോക്കും ഉണ്ടാവും. ഇതേ സംവിധാനം 4 ആൾക്കാർ അന്ന് വന്ന ആ ഓർമ്മ വളരെ സന്തോഷം. ചിലപ്പോ പുറത്തിരുന്ന് കഴിക്കും. അന്ന് ഞാൻ അവിടുത്തെ മാനേജറാണ്. ഒരു തോക്കുണ്ട് കരയിൽ വെച്ച് നടക്കുന്ന കാലം ഇപ്പൊ ഇല്ല. ഒരു തോക്ക് കയ്യിലുള്ള നേച്ചറിലാണ്. മറ്റേ ഉണ്ടയുള്ള തോക്കാണ്. ഒരുപാട് കാലം 100 രൂപ ടിപ്പ് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇദ്ദേഹം ഈ ഒരുപാട് പേർക്ക് ഈ ടിപ്പ് വീതിച്ചു കൊടുത്തിട്ട് എത്രയോ പേർക്ക് ജീവന് വേണ്ടി ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനത്തിന് വഹിക്കുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ്. എന്തായാലും എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നല്ലേ ഞാൻ ഓർക്കണേ. അവിടുത്തെ രംഗങ്ങളും ഓർമ്മയുണ്ട്. ഫുഡ് കഴിക്കുന്നതും അതെന്തിനാന്നറിയാം ഇടയ്ക്ക് കാണിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോ ഈ തിരക്കുണ്ടാവും. ചൈനീസ് അന്ന് ആകെ ഒരു ചൈനീസേ ഉള്ളൂ. ഭയങ്കര തിരക്ക് ഈ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഇത് വല്ലാണ്ട് വൈകുമ്പോ ഇതെടുത്ത് കാണിച്ചാൽ പെട്ടെന്ന് സാധനം. പിന്നെ ഞാൻ പറയും നല്ല സാധനം എനിക്ക് തരാമെന്നും പറയും ഫ്രഷ്. എന്തായാലും വീണ്ടും കാണാൻ സാധിച്ചത് സന്തോഷം. കാരാട്ടുപാറയിലെ പ്രിയപ്പെട്ടവരെ, സ്വാമിജിക്ക് വേണ്ടി ഒരു നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് കുട്ടികളും സംഘടനകളും കൂട്ടായ്മകളൊക്കെ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞാനും ബാബുമാഷും വരുന്നത് പിന്നെ അൻവാറുൽ ഇസ്ലാം എന്ന് പറയുന്ന പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് അവരെ വിശ്വാസികളിൽ നിന്ന് 30,000 രൂപ കളക്ട് ചെയ്ത് ഓഫീസിലേക്ക് എത്തുമ്പോഴാണ് പ്രിയപ്പെട്ട ബോച്ചെ സാറെ ഇവിടെ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ള. അറിയാലോ, സ്വന്തം ബിസിനസ് മാത്രമല്ല മറ്റുള്ളവനെ ചേർത്ത് പിടിക്കാൻ സ്വന്തം മതിലും സ്വന്തം കുടുംബവും സ്വന്തം കോമ്പൗണ്ട് വാളും ബിസിനസ്സും അപ്പുറത്തേക്ക് പാവപ്പെട്ടവന് ഒരു പ്രയാസം വന്നാൽ അത് രംഗത്തിറങ്ങുക, അത് വിജയിപ്പിക്കുക, അവനൊന്ന് കേൾക്കാൻ തയ്യാറാവുക. പല ആളുകളും നമ്മളെ ബന്ധപ്പെട്ട് ബോച്ചയുടെ അല്ലെങ്കിൽ നമ്പർ കിട്ടുമെന്ന് ചോദിച്ചു. അത് പ്രതീക്ഷയാണ്. അവർക്കൊരു വലിയ ആശ്വാസമാണ്. ഒരാളുണ്ടല്ലോ, ഒരാളോട് ചോദിക്കാനുണ്ടല്ലോ എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസകരമാണ്. ഞങ്ങൾ ഓഫീസ് സന്ദർശിക്കാൻ വന്നതിൽ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വന്നു ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി. ബോച്ചെ സാറിനോടുള്ള എല്ലാ വിധത്തിലും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മളെ സ്വാമിയുടെ ചികിത്സയിലേക്ക് ശ്രീധർമ്മശാസ്ത്ര കാരാട്ടുപാറ സ്വരൂപിച്ചിട്ടുള്ള പണം ബോച്ചെ അവർക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കൈമാറുകയാണ്. ഇത് 2ാം തവണയാണ് കേട്ടോ. ഒത്തിരി ആളുകളുണ്ട്. 2ാം തവണയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ബോച്ചയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. വളരെ സന്തോഷം. നല്ല മനസ്സ് ഉള്ള ആൾക്കാർ അത് കോർഡിനേറ്റ് പഞ്ചായത്ത് കാണാൻ അത് ഇപ്പൊ തന്നെ ഒരു മുസ്ലിം സഹോദരന്മാര് ഫണ്ട് കൊടുത്ത കാര്യം ഇവിടെ പറഞ്ഞത്. പള്ളിയിൽ നിന്ന് ഫണ്ട് കൊടുത്തു. സ്വാമിക്കാണ് ഫണ്ട് കൊടുത്തത്. അപ്പൊ ഇവിടെ ജാതി മതമൊന്നും നോക്കിയിട്ടല്ല. ഞാൻ ഈ അബ്ദുൾ റഹീമിന് 18 വർഷം ജയിലിൽ കണ്ട അബ്ദുൾ റഹീമിന് വേണ്ടി യാചിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ 1-2 മഞ്ഞ ഓൺലൈൻ അവിടെ ജാതി മതം ഒന്ന് അടുപ്പിക്കാൻ നോക്കി. ബോച്ചെ മുസ്ലിംസിന് വേണ്ടി മാത്രമേ ഇറങ്ങുള്ളൂ, മുസ്ലിംസിന്റെ ഡ്രസ്സാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് പലതും പ്രചരിപ്പിച്ചിരുന്നു. ബോച്ചെ മുസ്ലിം മാത്രമല്ല, സ്വാമി ആയാലും ആരായാലും അർഹിക്കുന്നവരെടുത്ത് വരും. മാത്രമല്ല ഇവിടെ മുസ്ലിംസ് പൈസ തന്നിട്ടുണ്ട് നേരത്തെ പറയുകയായിരുന്നു. അപ്പോൾ നല്ല മനുഷ്യർക്ക് ജാതിയും പാർട്ടിയും കാര്യങ്ങളൊന്നും തടസ്സാവില്ല. എനിക്ക് ജാതി മതമൊന്നുമില്ല. ജാതി മതജാതി ഈ കൂടുതൽ എന്താ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ മുസ്ലിമാണ്. കോർഡിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യര് നല്ലതാണ്. മാത്രമല്ല മലയാളികള് ലോകത്ത് ആദ്യമായിട്ടാണ് 34 കോടി രൂപ പിരിച്ചു കൊടുത്ത ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണത്. അതെല്ലാം മലയാളികളുടെ മനസ്സുകൊണ്ട് ആണ്. അത് ലോകത്തിന് മലയാളികൾ മാതൃകയായി. പിന്നെ ഇതിലൊക്കെ അടുപ്പിക്കാൻ വേണ്ടി പലരും
വേറെ ചിന്തകളും ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അതൊക്കെ വളരെ നിസ്സാരമായിട്ട് കരുതാണ്. വളരെ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം. എനിക്ക് അപ്രിഷ്യേറ്റ് നാട്ടുകാർ വളരെ നല്ലവരാണ്. എത്രയും പെട്ടെന്ന് 50 ലക്ഷം സ്വാമിജിക്ക്. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മനുഷ്യൻ രോഗിയായി കഴിഞ്ഞാൽ അയാൾ അവിടെ മരിക്കാമെന്നല്ലാതെ ഒരു സംവിധാനം ഇല്ല. സോഷ്യൽ മീഡിയ വന്നു, അതിനൊപ്പം നല്ല വ്യക്തികൾ മുമ്പോട്ട് വന്നു. ഈ മാധ്യമം, സോഷ്യൽ മീഡിയ, ഈ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നല്ല വ്യക്തികൾ ഇപ്പോൾ മനുഷ്യർക്ക് എത്ര പേർക്കാണ് ഓപ്പറേഷൻ അത് ഇതൊക്കെ ആയിട്ട് എന്തോരോ സഹായങ്ങൾ കൊടുക്കണേന്ന് അറിയാം. അത് റിയലി അപ്രിഷ്യേറ്റ്. താങ്ക് യു വെരി മച്ച്.